ഇന്ന് സാത്താനോട് വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആക്രമണ ശൈലിയാണ്. ഇന്ന് മാത്രമല്ല, സാത്താൻ ആക്രമണം ആരംഭിച്ചത് ഇങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ആത്മീയ പിതാക്കന്മാർ നൽകുന്ന ഒരു ഉപദേശമുണ്ട്: സാത്താനുമായിട്ട് സംഭാഷണം അരുത്. നെവർ എൻ്റർ ഇൻടു ഡയലോഗ് വിത്ത് സൈറ്റൻ. പ്രലോഭന ചിന്തകൾ ഉണ്ടാകും, അതുമായിട്ട് സംഭാഷണത്തിന് മുതിരരുത്, ഓടി മാറുക. ദൈവത്തിന്റെ നാമം നിന്ദിക്കപ്പെടുന്ന അവസ്ഥ ഇന്ന് സർപ്പം വിദഗ്ധമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്, വിജയിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്നുള്ള ഈശോയുടെ ഉപദേശത്തെ ഒരു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ നടത്തുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 25ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ള ഒന്നാമത്തെ യാചനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് ദൈവം തന്റെ നാമത്തെ പൂജിതമായിട്ട് കരുതണം, സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്നത്? അതിൻ്റെ ഒരു താത്വിക വശം, പ്രായോഗികമായ ഉൾക്കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ സെഷൻ കാണുകയായിരുന്നു. ഒരാശുപത്രിയെ കുറിച്ച് നാട്ടിൽ അവമതി ഉണ്ടായാൽ ആൾക്കാർ ആശുപത്രി ചെല്ലുകയല്ല, അവിടെ ചികിത്സ സ്വീകരിക്കുകയല്ല. ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ അവമതി ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പക്കലേക്ക് വരികയില്ല, ദൈവത്തെ ദൈവമായിട്ട് തിരിച്ചറിയുകയില്ല, ദൈവസാന്നിധ്യത്തിന്റെ കരുതൽ സ്വന്തമാക്കുകയില്ല. നമ്മൾ കണ്ടു നസ്രത്തുകാർക്ക് പറ്റിയത് മാർക്കോസ് 6 ആദ്യ വാക്യങ്ങളിൽ. എവിടെ ദൈവത്തിന്റെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും മഹത്വം ഉണ്ടാകുന്നുവോ അവിടെ ദൈവസാന്നിധ്യം അനുഭവമാകും. ദൈവസാന്നിധ്യത്തിന്റെ സംരക്ഷണവും കരുത്തും അനുഗ്രഹങ്ങളും ഫലങ്ങളും അവിടെ നിറയും. 22-ാം സങ്കീർത്തനത്തിന്റെ 3-ാം തിരുവചനം: ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അങ്ങ് പരിശുദ്ധനാണ് എന്ന് നമ്മൾ വായിക്കുകയാണ്. സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ. ഇത് വായിക്കുമ്പോഴും നമ്മൾ സ്വർഗത്തിലെ മാലാഖമാർ നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്നു. ആ സ്തുതിപ്പിനെ ഒരു സിംഹാസനമായിട്ട് കണ്ടുകൊണ്ട് അതിന്മേൽ ദൈവം കയറി ഉപവിഷ്ടനായിരിക്കുന്നു. അപ്പൊ സ്തുതിപ്പിന്റെ സിംഹാസനത്തിൽ ദൈവത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ അതിന്റെ ആഴപ്പെട്ട അർത്ഥം എന്താ? ദൈവത്തിന്റെ ആരുടെയും സിംഹാസനം ആരും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് സ്തുതിയുടെ സിംഹാസനം ഉപവിഷ്ടനായിരിക്കുന്നവൻ? സ്തുതിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തി ആരാ? ദൈവത്തെ അറിയുന്ന വ്യക്തിയാണ്. അവിടുത്തെ അറിയുന്നവരെല്ലാം അവിടുത്തെ സ്നേഹിക്കുന്നവരാകും. ഈശോ പറയുന്നില്ല യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തില് 23-ാം തിരുവചനം: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. പിതാവ് അവനെ സ്നേഹിക്കും, ഞാൻ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ അവളില് വാസം ഉറപ്പിക്കും. ദൈവത്തിന്റെ വാസം ഉറപ്പിക്കും, അവിടെ സ്ഥിരവാസമാക്കും, ഞങ്ങൾ വീടാക്കും. ആ വ്യക്തിയെ ഞങ്ങളുടെ വീടാക്കും, ഞങ്ങൾ സ്ഥിരമാണ് വസിക്കും. അവിടെ ഉപവിഷ്ടനാകും ദൈവം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ, ജീവിതത്തിന്. അപ്പൊ ദൈവസാന്നിധ്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ദൈവത്തെ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഉള്ളത്തിലാണ്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന, വചനം പാലിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ നന്മ അറിയുന്നു. ആ വ്യക്തിക്ക് ദൈവത്തോട് നിരന്തരം പറയാനുള്ള: ദൈവമേ നന്ദി, സ്തുതി. സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ നന്മ അറിയുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും, എങ്ങനെ സ്നേഹിക്കാതിരിക്കും? നേരത്തെ ഈ വിചിന്തന പരമ്പരയുടെ ആരംഭത്തിൽ കണ്ടതാണ്. ഒരു നേതാവിന്റെ നന്മയും പരോപകാര താല്പര്യത്തെ എല്ലാം അറിയുന്ന വ്യക്തികള് ആ നേതാവ് എവിടെ വന്നത് അങ്ങനെ ഓടിച്ചെല്ലും. ആ നേതാവിന്റെ സാന്നിധ്യം ഒരുപാട് ചെല്ലും. ആ നേതാവിനെ കാണുന്ന ഇഷ്ടമാണ്. ആ നേതാവിന്റെ സ്തുതികൾ ഒരു സന്തോഷത്തോടെ പറയും, എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നു. നമ്മൾ ചിന്തിച്ചാണല്ലോ. അപ്പൊ ദൈവത്തിന്റെ നന്മ അറിയുന്ന വ്യക്തി, ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ നന്മകൾ ഒത്തിരി തിരിച്ചറിയും. അറിയുന്ന വ്യക്തികൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, സ്തുതി 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 എന്ന് പറയാനുള്ളൂ. ദൈവത്തെ ഏറ്റവും അറിയുന്ന മാലാഖമാരല്ലേ, അല്ലെ? ഏറ്റവും അടുത്ത ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ആദ്യം മുതലേ സൃഷ്ടിക്കപ്പെട്ടതും ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നു. സറാഫുകളാണ് ദൈവത്തിന് ചേർന്ന് നിൽക്കുന്ന മാലാഖമാര്. അവർ ദൈവത്തെ നിരന്തരം അനുഭവിക്കുകയാണ്. നിരന്തരം അനുഭവിക്കുന്ന സറാഫുകൾ എന്നാ നിരന്തരം ചെയ്യുന്നത്? പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് പാടി സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ നന്മ അനുഭവിക്കുന്ന മാലാഖമാർക്ക് വേറെ ഒന്നും പറയാനില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. അതാണ്. അപ്പൊ നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ അതാ സ്നേഹിക്കുന്നു, കൽപ്പന പാലിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളവും ദൈവത്തിനുള്ള ബഹുമാനവും ആദരവും ആരാധനകളും നിറയും. അപ്പൊ അവിടെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവ സാന്നിധ്യം വന്ന് നിറയുകയാണ്. അപ്പോൾ ഈ വചനത്തിന്റെ അർത്ഥം സ്തുതിക്കുന്ന ആൾക്കാരുടെ ഉള്ളം നോക്കിയിട്ട് അവിടെ പോയി ഇരിക്കാൻ ദൈവം നോക്കി നടക്കുന്നുള്ളതല്ല.
സ്തുതിക്കുന്ന വ്യക്തി തൻ്റെ ഉള്ളത്തിലേക്ക് ദൈവസാന്നിധ്യത്തെ സ്വീകരിക്കുകയാണ്. ദൈവസാന്നിധ്യം നിറയാനുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു. ആ വ്യക്തിയുടെ ഉള്ള ജീവിതം മുഴുവൻ ദൈവത്തിന് ചേർന്നതായിട്ട് ഭവിക്കുന്നു. അവിടെ ദൈവസാന്നിധ്യം നിറഞ്ഞ് കവിയുന്നു. ആ അനുഗ്രഹം എല്ലാം അവിടെ ഭവിക്കുകയാണ്. ഈ ഒരു അവസ്ഥയാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാണുകയുണ്ടായി, പൂജിതമാകുമ്പോൾ അതിന് നമ്മ നന്മയ്ക്കാണ്. ഇന്ന് ലോകത്തില് ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും എല്ലാം വളരെ അധികമായി ആക്രമിക്കപ്പെടുന്നുണ്ട്. ആ ആക്രമണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രീതി നിന്ദിക്കപ്പെടാൻ ഇട കൊടുക്കുന്നുള്ളതാണ്. സിനിമകളിലൊക്കെ എന്തുമാത്രമാണ് ക്രൈസ്തവ വിശ്വാസത്തെ, ക്രൈസ്തവ പൗരോഹിത്യത്തെ, ക്രൈസ്തവ കൂദാശകളെ, ശുശ്രൂഷകളെല്ലാം അവമതിച്ചുകൊണ്ട്, പുച്ഛിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ടുള്ള അവതരണങ്ങൾ നമ്മൾ കാണുന്നത്. നേരത്തെയൊക്കെ ഉള്ള ആളുകൾ ഇറങ്ങുന്ന സിനിമകളിലൊക്കെ വൈദികരെ കുറിച്ച്, സഭയുടെ കാര്യങ്ങളെ എത്ര ആദരവോടുകൂടിയുള്ള എന്തുമാത്രം കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇന്ന് ആ നന്മയെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടാണോ? അല്ല, നന്മ നഷ്ടപ്പെട്ടു പോയിട്ടല്ല. ബോധപൂർവം ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ ശുശ്രൂഷ മേഖലകളെയും വ്യക്തികളെ ദൈവനാമം വഹിക്കുന്ന മേഖലയെല്ലാം നിന്ദിക്കാനുള്ള പരിശ്രമം നടക്കുകയാണ്. എന്തുകൊണ്ടാണ്? അങ്ങനെ ദൈവവും ദൈവനാമം വഹിക്കുന്ന മേഖലകളും നിന്ദിക്കപ്പെടുമ്പോൾ, അങ്ങനെ നിന്ദിക്കപ്പെടുന്ന ഉള്ളങ്ങള് ദൈവത്തിൽ നിന്ന് അകലും. ആശുപത്രിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു സഭയെക്കുറിച്ച്, മെത്രാന്മാരെ കുറിച്ച്, വൈദികരെ കുറിച്ച്, സിസ്റ്റേഴ്സിനെ കുറിച്ച് നിന്ദയും പുച്ഛവും ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിൽ പടർത്താൻ സാധിച്ചാൽ അത് കേൾക്കാൻ ഇടവരുന്ന, അങ്ങനെ ചിന്തിക്കാൻ ഇടവരുന്ന, ആ തിരുത്തലേക്ക് പോകാൻ ഇടവരുന്ന വ്യക്തികള് സ്വാഭാവികമായിട്ട് ഒരു അച്ഛനെ കാണുമ്പോൾ പുറംതിരിയും, ഒരു സിസ്റ്ററെ കാണുമ്പോൾ മാറിപ്പോകും, ഒരു പള്ളി കാണുമ്പം അവിടെ അടുക്കുകയല്ല, പള്ളി വരികയല്ല, പ്രാർത്ഥിക്കാൻ വരികയല്ല. നമ്മുടെ സഭ എന്ത് പറഞ്ഞാലും നിന്ദയും പുച്ഛത്തോടെ മാറി നിൽക്കും. കണ്ടോ? അങ്ങനെ മാറി നിൽക്കുമ്പോൾ ആർക്ക് നഷ്ടം വരുന്നത്? ആർക്കാ പോകുന്നത്? ആ വ്യക്തികൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച വലിയ കൃപാവരങ്ങൾ സഭയിൽ ക്രമീകരിച്ചിരിക്കുന്നത് അവരുടെ മുമ്പിൽ അടയ്ക്കപ്പെടുകയാണ്. ഇതിന്ന് സാത്താനോട് വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആക്രമണ ശൈലിയാണ്. ഇന്ന് മാത്രമല്ല, സാത്താൻ ആക്രമണം ആരംഭിച്ചത് ഇങ്ങനെ തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാമല്ലോ, ഹവ്വയുടെ പക്കൽ സാത്താൻ വന്നിട്ട് വളരെ സൗഹൃദത്തോടെ സംസാരിക്കുന്നതിന് വിഷയം അറിയാമല്ലോ. നിങ്ങൾക്ക് എല്ലാ മരങ്ങളുടെയും പഴം തിന്നാൻ അനുവാദമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഹവ്വ നിഷ്കളങ്കമായിട്ട് മറുപടി കൊടുക്കുകയാണ്, ഒരു മരത്തിന്റെ ഒഴികെ ഞങ്ങൾക്കെല്ലാം ഭക്ഷിക്കാം. യഥാർത്ഥത്തിൽ ആലമീയ പിതാക്കന്മാർ നൽകുന്നൊരു ഉപദേശമുണ്ട്, സാത്താനുമായിട്ട് സംഭാഷണം അരുത്. നെവർ എൻ്റർ ഇൻ ടു ഡയലോഗ് വിത്ത് സൈറ്റൻ. പ്രലോഭന ചിന്തകൾ ഉണ്ടാകും, അതുമായിട്ട് സംഭാഷണത്തിന് മുതിരരുത്, ഓടി മാറുക. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ പൗസ്റ്റീന പങ്കുവെക്കുന്നുണ്ട്, ഈശോ പഠിപ്പിക്കുന്നതായിട്ട് ഒരിക്കലും പ്രലോഭകനുമായിട്ട് സംവേദിക്കാനായിട്ട് നിന്ന് കൊടുക്കരുത്. അവന്റെ ചിന്ത വരുമ്പോഴേ ഇട്ടിട്ട് മാറിക്കോണം, അതിനെ കൊത്തരുത്. കൊത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ അറിയാതെ വിഴുങ്ങ മീനിന്റെ അവസ്ഥയാണ്. ഹവ്വ അറിയാതെ കയറി കൊത്തി. ഈശ്വര ഭക്തരും മരുഭൂമിയിൽ സാത്താൻ ചൂണ്ടയിട്ട് കൊടുക്കുകയാണ്. എന്താ, 40 ദിവസമായില്ലേ ഭക്ഷണം കഴിച്ചിട്ട്, വിശക്കുന്നില്ലേ? ഈ കല്ലിനെ അപ്പമാക്കിയാലോ? കണ്ടോ? ഈശോയുടെ വിശപ്പിന്റെ ഞെരുക്കം അറിഞ്ഞിട്ട് അതിന് പറ്റിയ മീനിന് ഇഷ്ടപ്പെട്ട മണ്ണിരയെ കോർത്ത് കൊടുക്കും ചൂണ്ടയുടെ പുറത്ത്. അതുപോലെയാണ് ഈശോയുടെ വിശപ്പിന്റെ അവസ്ഥയെ കണ്ടിട്ട് ഈശോയ്ക്ക് മേടിക്കാനുള്ള അപ്പത്തിന്റെ സാധ്യത വഴി തുറക്കുന്ന രീതിയിൽ ദേവപിതാവിന്റെ വഴിന്ന് മാറിപ്പോകാനുള്ള ചൂണ്ട അകത്ത് വെച്ചിരിക്കുകയാണ്. സാത്താൻ ചൂണ്ടയിടുകയാണ് ഈശോയുടെ പക്കല്. ഹവ്വ അന്നത് കൊത്തി, ഈശോ കൊത്തിയില്ല. എഴുതപ്പെട്ടിരിക്കുന്നത് മാത്രമേ വരുള്ളൂ, തട്ടിക്കളഞ്ഞു. അപ്പൊ ഹവ്വയുടെ പക്കല് സർപ്പം സംസാരിക്കുമ്പം ആ ഒരു മരത്തിന്റെ പഴം തിന്നാൽ ഞങ്ങൾ മരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിയുമ്പം സർപ്പം വളരെ ഭവ്യതയോട് പറയാണ്, അങ്ങനെയല്ല, അത് തിന്നാൽ നിങ്ങൾ മരിക്കുകയല്ല, നിങ്ങൾ കണ്ണു തുറന്ന് ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിന് അറിയാം. അങ്ങനെ പറഞ്ഞ് നിർത്തുകയാണ്. അപ്പൊ ദൈവത്തിന് അറിയാമെന്ന് പറയുന്നതിനകത്ത് വലിയൊരു ദുസ്സൂചനയുണ്ട്. എന്താണ്? ദൈവത്തിന് നന്നായിട്ട് അറിയാം, നിങ്ങൾ കൈ നീട്ടിയാൽ നിങ്ങൾക്ക് എത്തുന്നിടത്തുള്ള ഈ പഴം ഉണ്ടല്ലോ, ഈ പഴം നിങ്ങൾ തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും, വേറൊരു ദൈവമായിട്ട് മാറും. അങ്ങനെ നിങ്ങൾ ആകാതിരിക്കാൻ വേണ്ടി അത് അറിയാവുന്ന ദൈവം മനഃപൂർവ്വം നിങ്ങളോട് നുണ പറഞ്ഞിട്ട് നിങ്ങളെ കബളിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന് അറിയാം, അറിഞ്ഞുകൊണ്ട് നുണ പറഞ്ഞിരിക്കുക, പറ്റിച്ചിരിക്കുകയാണ്. അപ്പൊ അർത്ഥം എന്താ? ദൈവം ഒരു കള്ളനാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലയാളല്ല. അങ്ങനെ ചിരിയും സ്നേഹവും ഒക്കെ ആയിട്ട് മക്കളെ പറഞ്ഞ് വരുന്നത് വെറുതെയാണ്, നിങ്ങൾ ഭയങ്കര പണി വെച്ചിരിക്കുക. ഇതാണ് യാഥാർത്ഥ്യം.
ഈ വാക്കുകൾ നല്ല പഞ്ചാര ഇട്ട് ഇളക്കി എന്ന് പറഞ്ഞൊരു മധുരമുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഹവ്വ അത് വിശ്വസിക്കുന്നവരുടെ അവിടെ ഉള്ള ചിന്ത എന്താണ്? ദൈവത്തെക്കുറിച്ച് അവർക്ക് നിന്ദ വന്നു. അതുവരെ ദൈവത്തിന്റെ നാമം പൂജിതമായിരുന്നു ഹവ്വയുടെ ഉള്ളില്. ഇത് കേട്ട് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തെക്കുറിച്ച് പുച്ഛം, നിന്ദ വരാൻ തുടങ്ങി. പുച്ഛമായി. അങ്ങനെയാണോ അതിയാൻ അങ്ങേര് നമുക്കിട്ട് പണി വെച്ചതല്ലേ? എന്നാൽ ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. ആഹാ, ഇന്ന് വൈകുന്നേരം അങ്ങേര് വരുമ്പം ഞാനൊരു പണി ഒപ്പിക്കുന്നുണ്ട്. ഈ പഴം തിന്ന് ഞാനും ദൈവത്തെ പോലെ ആകും, വേറൊരു ദൈവമാകും. അങ്ങേര് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അങ്ങോട്ടങ്ങ് ചെല്ലും, വേറൊരു ദൈവം എടപ്പം കാണാൻ കളി. കണ്ടോ? അപ്പൊ ദൈവത്തെക്കുറിച്ച് നിന്ദ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ വാക്കിന് പുല്ലുവല. ആ വാക്ക് അവഗണിച്ചു. അങ്ങനെ പഴം പറിച്ചു തിന്നു. കണ്ടോ? ഒരു വ്യക്തിയെക്കുറിച്ച് നിന്ദ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി പറഞ്ഞ് കേൾക്കുക. അത് അടുത്ത സ്വർഗ്ഗസ്ഥനായ പിതാവേ, അടുത്ത ക്ലോസ് അതാണ്, അങ്ങനെ രാജ്യം വരണം. ഏത്? അങ്ങ് ഭരിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. നിന്ദയുണ്ടായാൽ ആ വ്യക്തി പറയുന്ന വാക്ക് കേൾക്കുകയല്ല, അനുസരിക്കുകയല്ല, അത് തിരസ്കരിക്കും. അതാണ് സംഭവിക്കുന്നത്. അത് സംഭവിക്കാൻ വേണ്ടി സർപ്പം ആ രീതിയിൽ ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ചിത്രം അവതരിപ്പിക്കുകയാണ്. ഈ സർപ്പത്തിന്റെ ഈ തന്ത്രം തന്നെ ഇന്ന് സർപ്പം അനേകരിലൂടെ സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. സൂചിപ്പിച്ചത് സിനിമകളിലൂടെയും യൂട്യൂബ് ചർച്ചകളിലൂടെയും നിരവധിയായ മീഡിയകളിലൂടെയും പത്രങ്ങളെല്ലാം ദൈവത്തെ നേരിട്ട് ഒരുപക്ഷെ മിണ്ടിയല്ല, ദൈവത്തിന്റെ നാമം വഹിക്കുന്ന സഭയെ, സഭാ സംവിധാനങ്ങളെ, അഭിഷക്തരെ, സഭാധ്യക്ഷന്മാരെ, മാർപ്പാപ്പയെ, വിശുദ്ധ കുർബാനയെ, ദേവാലയങ്ങളെ, തിരുക്കർമ്മങ്ങളെ, തിരുവചനത്തെ എല്ലാം നിന്ദിച്ചും പുച്ഛിച്ചും പരിഹസിച്ചും താറടിച്ചും ഇല്ലാത്ത കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് സർപ്പം ഉണ്ടാക്കി പറഞ്ഞ പോലെ ഇല്ലാത്ത കാര്യത്തിൽ ഉണ്ടാക്കി പറഞ്ഞു വരുത്തിയും എന്തെങ്കിലും സകല സംശയമുള്ളതിനെ ഉറപ്പിച്ചു പറഞ്ഞും ഇങ്ങനെ എല്ലാമായിട്ട് ദൈവത്തിന്റെ നാമം നിന്ദിക്കപ്പെടുന്ന അവസ്ഥ ഇന്ന് സർപ്പം വിദഗ്ധമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്, വിജയിപ്പിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്ന അനേകര് ദൈവത്തിന്റെ പക്കലേക്ക് വരാനുള്ള വേദികളെല്ലാം ഇട്ട് മാറുകയാണ്. പള്ളിയിലും വരുന്നില്ല, പ്രാർത്ഥനയ്ക്കുമില്ല, അച്ഛന്മാരെ വേണ്ട, ശിഷ്യത്തിനും വേണ്ട, വചനവും വേണ്ട. ആർക്ക് പോയി? അവർക്ക് പോയി. അവർ സാധാരണ വഴി പോവുകയാണ്. ഇത് സംഭവിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നതിനെ പറയുന്നത്, അങ്ങയുടെ നാമം പൂജിതമാകണം, ബഹുമാനിതമാകണം. കർത്താവേ, സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.